മാന്യസദസ്സിന് വന്ദനം. എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം കേരളവും കലയും എന്നതാണ്. കല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം ഓടി വരുന്നതാണ് കഥകളി എന്നുള്ളത്. കാരണം നമ്മുടെ കേരളത്തിലെ ഇത്രയും അധികം നമ്മുടെ പ്രശസ്തി നേടിയ ഒരു കലാരൂപം തന്നെയാണ് കഥകളി എന്ന് പറയുന്നത്. വള്ളത്തോൾ സ്വന്തമായി നിർമ്മിച്ചെടുത്ത ഒരു വലിയൊരു കലാരൂപം തന്നെയാണ് കഥകളി എന്ന് പറയുന്നത്. അത് നമുക്ക് കാണാനും അതിന് ആസ്വദിക്കാനും ഒക്കെ വളരെയധികം ഇഷ്ടം തന്നെയാണ്. ഓരോ സ്ഥലത്തും ഓരോ മുഖ്യ കലകളുണ്ടാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിലും കഥകളി എന്നുള്ളത്. അതുമാത്രമല്ല, എഴുത്തച്ഛൻ്റെ തുള്ളൽ എന്ന കലാരൂപം അതും വളരെയധികം പ്രശസ്തമായ ഒന്ന് തന്നെയാണ്. കാരണം ദൈവങ്ങളെയും ഒക്കെ ആചരിച്ചു വരുന്ന ഒരു കലാരൂപം തന്നെയാണ് തുള്ളൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ വളരെയധികം കല ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മറ്റു പല കലാരൂപങ്ങളും നമ്മുടെ കേരളത്തിലുണ്ടെങ്കിലും കഥകളി, തുള്ളൽ പോലുള്ളവയാണ് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുള്ളത്. കഥകളിയാണ് നമ്മുടെ കേരളത്തെ ഇത്രയും അധികം ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസങ്ങളിലൊക്കെ കലോത്സവം പോലുള്ളതൊക്കെ നടത്തി വരുന്നത്. കാരണം കുട്ടികൾ ഇതൊക്കെ പഠിച്ച് നമ്മുടെ കേരളത്തെ വീണ്ടും ഉയർത്തണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. കല എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. നമുക്കത് ആസ്വദിക്കാനും നമുക്ക് കുറേ അറിവുകളും ഒക്കെ അതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരള സർക്കാർ കലോത്സവം പോലുള്ളതൊക്കെ ഇറക്കുന്നതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും ജില്ല, സബ് ജില്ല, സംസ്ഥാന തലത്തിലൊക്കെ കല അവതരിപ്പിക്കാൻ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കല വളർന്നു വരികയാണെങ്കിലും ഇനിയും പുതിയ കലകൾ ഉണ്ടായി വരുമെന്നതാണ്. അങ്ങനെ നമ്മുടെ കഥകളി പോലെ അടുത്തതും നമ്മുടെ കേരളത്തിൽ വളർന്നു വരും. നമുക്കറിയാം, കഥകളി എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കാനും അതിൻ്റെ നമുക്കിങ്ങനെ വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ് കഥകളി എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ളതെന്ന് പറയാം. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെയധികം നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ കേരളത്തിലാണ് കലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കലയെ വീണ്ടും വളർത്തേണ്ടത് തന്നെയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് കഥകളി പോലുള്ള നല്ല നല്ല കാര്യങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.